എല്ലാവർക്കും അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സ്റ്റാക്ക് എന്നുള്ള ഡാറ്റ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ADT ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് പുഷ്, പോപ്പ്, പിന്നെ അതിൽ തന്നെ പുഷും പോപ്പും ചെയ്യാൻ സഹായകമായ ഈസ് എംപ്റ്റി, ഈസ് ഫുൾ എന്നൊക്കെയുള്ള സബ് സെഷൻസ്. പിന്നെ സ്റ്റാക്കിനെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ ടോപ്പിൻ്റെ വാല്യൂ വരെയുള്ള എലമെൻസിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. റിവേഴ്സ് ഓർഡറിലും ചെയ്യാം. ടോപ്പിൽ നിന്ന് ഫസ്റ്റ് എലമെൻ്റ് വരെയുള്ള ഫസ്റ്റ് പൊസിഷൻ വരെയുള്ള എലമെൻസിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഇങ്ങനത്തെ എല്ലാം നമ്മൾ കണ്ടു. അൽഗോരിതം കണ്ടു. അതിൻ്റെ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടു. നമ്മൾ ഇൻഫോർമലായിട്ടൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അൽഗോരിതം ഇല്ലാതെ തന്നെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കാണുന്നുണ്ടായി. ഫങ്ഷൻ സ്വിച്ചിങ്ങിൽ ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറെ ഫംഗ്ഷനിലേക്ക് എക്സിക്യൂഷൻ പോകുമ്പോൾ അത് എങ്ങനെ കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്നു, അതുപോലെ അതിൻ്റെ തിരിച്ചുള്ള വരവ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വിത്തൗട്ട് അൽഗോരിതം നമ്മൾ കണ്ടതാണ്. ഓക്കെ, പിന്നെ വിത്ത് അൽഗോരിതം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കാണുന്നുണ്ടായി. അതാണ് ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഒരു എക്സ്പ്രഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനെ ഇൻഫിക്സ് എന്ന് പറയും. ഓപ്പറേറ്റർ നടുവിലും അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഓപ്പറൻസ്, ബൈനറി ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്തത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്നുള്ളത്. അതല്ലാതെ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രിഫിക്സ് ഉണ്ട്, പോസ്റ്റ് ഫിക്സ് ഉണ്ട്. പ്രിഫിക്സിൽ ഓപ്പറേറ്റർ ആദ്യം വരും, പിന്നെ ഓപ്പറൻസ് വരും. പോസ്റ്റ് ഫിക്സിൽ ഓപ്പറൻസ് ആദ്യം വരും, പിന്നെ ഓപ്പറേറ്റർ വരും. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനെ, നമ്മൾ എഴുതിയിട്ടുള്ള ഇൻഫിക്സിനെ നമ്മൾ സാധാരണ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ആ എക്സ്പ്രഷൻ, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണെങ്കിൽ നമുക്ക് കുറേ പ്രാവശ്യം റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇവാലുവേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പ്രഷൻ്റെ വലിപ്പം കൂടുന്തോറും നമ്മുടെ സ്കാനിങ്ങിൻ്റെ എണ്ണം നാച്ചുറലി കൂടും. നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്നതാണ്, നമ്മളത് അറിയുന്നില്ല. പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ അങ്ങനെ കുറേ സമയം അല്ലെങ്കിൽ കുറേ പ്രാവശ്യം സ്കാനിങ്ങിന് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളത് വേണ്ടാത്തൊരു കാര്യമാണ്. കാരണം കമ്പ്യൂട്ടർ നമ്മളെപ്പോലെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരു സംഗതിയല്ല. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു അതാണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന് പോസ്റ്റ് ഫിക്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കമ്പ്യൂട്ടറിന് ബുദ്ധിമുട്ടില്ല. എന്നാൽ നമുക്കാണത് മനസ്സിലാക്കാൻ കുറച്ച്, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, കമ്പ്യൂട്ടറിനെ കൊണ്ട് ഇൻഫിക്സ് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നേരിട്ട് ഇവാലുവേറ്റ് ചെയ്യാതെ അതിനെ പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് സിംഗിൾ സ്കാൻ, മറ്റൊരു സ്കാനിലൂടെ തന്നെ പോസ്റ്റ് ഫിക്സിലേക്ക് അതിനെ മാറ്റാൻ പറ്റും. എന്നിട്ട് അടുത്തൊരു സിംഗിൾ സ്കാനോടുകൂടി ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ 2 സ്കാനുകൾ മാത്രം മതി എത്ര കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ ആണെങ്കിലും ഇവാലുവേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിന്. നമുക്കങ്ങനെയല്ല. ആ എക്സ്പ്രഷൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നതോറും സമയവും നമ്പർ ഓഫ് ടൈംസ് സ്കാൻ ചെയ്യാനെടുക്കുന്ന നമ്പർ ഓഫ് ടൈംസും അത് കൂടി വരും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ കണ്ടു, ഇൻഫിക്സ് എക്സ്പ്രഷൻ ടു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ കൺവേർഷൻ എന്നുള്ളത് ഈക്വലൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഫിക്സ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി അടുത്ത അതിൽ നമ്മുടെ സ്റ്റാക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് കണ്ടു. നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കൃത്യമായ ഓർഡറിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രയോറിറ്റി അനുസരിച്ച് കൃത്യമായ രീതിയിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചു നമ്മൾ. ഇനി അടുത്തത് സ്റ്റാക്കിൻ്റെ അടുത്തൊരു ഉപയോഗം, അടുത്തൊരു ആപ്ലിക്കേഷൻ വരുന്നത് ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ സ്റ്റേജിലാണ്. അതായത് പോസ്റ്റ് ഫിക്സിൻ്റെ ഇവാലുവേഷൻ. അപ്പോൾ ഇൻഫിക്സിൻ്റെ ഇവാലുവേഷനിൽ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ എന്നൊരു സ്റ്റേജുണ്ട്, പിന്നെ പോസ്റ്റ് ഫിക്സിൻ്റെ ഇവാലുവേഷൻ എന്ന അടുത്ത ഒരു സ്റ്റേജും കൂടി ഉണ്ട്. ഈ 2 സ്റ്റേജും ചേർന്നതാണ് നമ്മുടെ ഇൻഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇതിലെന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ സേവ് ചെയ്യാനാണ് സ്റ്റാക്ക് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റാക്ക് ഉപയോഗിക്കുന്നത് ഓപ്പറൻസിനെ സേവ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മുടെ സ്റ്റാക്കിൽ ക്യാരക്ടേഴ്സാണ് ഉണ്ടാവുക. പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ തുടങ്ങിയ
ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ക്യാരക്ടർ സ്റ്റാക്ക് ആയിരിക്കും. ഇനി പോസ്റ്റ് ഫിക്സിൻ്റെ ഇവാലുവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാരക്ടർ സ്റ്റാക്ക് അല്ല വേണ്ടത്, ഇൻറ്റിജർ സ്റ്റാക്ക് തന്നെയാണ്. കാരണം നമുക്കൊരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഇൻറ്റിജേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ a+b അങ്ങനെ ആ രീതിയിലാവില്ല. നമുക്കുണ്ടായിരിക്കുക 8+5 × 3 / 2 എന്നൊക്കെ രീതിയിലുള്ള വാല്യൂസ് തന്നെയായിരിക്കും, റിയൽ വാല്യൂസ്. എന്നാലും മാത്രമേ നമുക്ക് ഇവാലുവേഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ നമ്മുടെ സ്റ്റാക്കിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സാണ്. ഇതിൻ്റെ എക്സ്പ്രഷൻ ഇവാലുവേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഒരു സാമ്പിൾ പോസ്റ്റ് ഫിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ അൽഗോരിതം ഉപയോഗിച്ച് നമുക്ക് ഇൻഫിക്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് 6, 5, 2, 3 + 8 സ്റ്റാർ +3 + സ്റ്റാർ എന്നാണ് നമ്മുടെ ഇവിടെ തന്നിട്ടുള്ള പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഇത് നേരത്തെ അൽഗോരിതത്തിൻ്റെ ഔട്ട്പുട്ടായിരുന്നു. നേരത്തെ അൽഗോരിതത്തിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻഫിക്സ് എക്സ്പ്രഷൻ ആയിരുന്നു, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഫിക്സ് ആയിരുന്നു. ഇവിടെ ഈ അൽഗോരിതത്തിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനാണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂ റിസൾട്ടാണ്. ഇത് വാല്യൂട്ട് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. സിംഗിൾ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ഇൻറ്റിജറാണ് ഫൈനൽ ആൻസർ ഔട്ട്പുട്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് സ്റ്റാക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ സ്റ്റാക്കിനെ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. നേരത്തെ കാണിച്ച അതേപോലെ അത് തന്നെയാണ് സംഗതി. സ്റ്റാക്കൊക്കെ അത് തന്നെയാണ്. അതൊരു വേറൊരു ബോക്സും കൂടി വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. സ്റ്റാക്കിൻ്റെ ടോപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം. മറ്റേ സ്റ്റാക്ക് തന്നെയാണ്, വേറൊരു വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം പോസ്റ്റ് ഫിക്സിൽ ഓപ്പൺ പാരാന്തസിസോ ക്ലോസ് പാരാന്തസിസോ ഒന്നും വരില്ല പോസ്റ്റ് ഫിക്സ്. കാരണം അതൊക്കെ ഒഴിവാക്കിയിട്ടാണ്, ഇൻഫിക്സിൽ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ്, അതിൻ്റെയും കൂടി ഇമ്പോർട്ടൻസ്, അതിന് കൃത്യമായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പോസ്റ്റ് ഫിക്സ് ക്രിയേറ്റ് ചെയ്തത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള അൽഗോരിതമാണ്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ കുറച്ചും കൂടി നമുക്ക് സിമ്പിളാണ്. കാരണം ഓപ്ഷൻസ് വളരെ കുറവാണ്. കാരണം അത് കൂടി രണ്ട് ടൈപ്പ് കാര്യങ്ങളേ വരുള്ളൂ. ഒന്ന് ഓപ്പറൻസ്, അതായത് ഇൻറ്റിജേഴ്സ് വാല്യൂസ്, ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് വാല്യൂ ആവാം. ഓക്കെ, എന്തായാലും അപ്പോൾ വാല്യൂസ് വരും, നമ്പേഴ്സ് വരും. നമ്പേഴ്സ് ജനറലി പറയാം, നമ്പേഴ്സ് വരും. അതേപോലെ വരുന്നത് ഓപ്പറേറ്റേഴ്സ് മാത്രമാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങളേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഓപ്പൺ പാരാന്തസിസോ ക്ലോസ് പാരാന്തസിസോ അങ്ങനെയൊന്നും വരുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം ഇത് ഇവാലുവേഷൻ റെഡി ആയിട്ടാണ് നമ്മുടെ പോസ്റ്റ് ഫിക്സ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു, ഓപ്പറേറ്റേഴ്സ് അല്ല നമ്മളിവിടെ സ്റ്റാക്കിൽ സൂക്ഷിക്കുന്നത്, ഓപ്പറൻസിനെയാണ്, വാല്യൂസിനെയാണ്, നമ്പേഴ്സിനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓപ്പറൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ അൽഗോരിതത്തിൽ ഓപ്പറൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നേരെ ഔട്ട്പുട്ടിലേക്ക് എഴുതുമായിരുന്നു. ഓപ്പറേറ്റേഴ്സിനെ കണ്ടാലാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തിരുന്നത്, കുറച്ച് കണ്ടീഷൻസ് നോക്കിയിട്ട്. ഇവിടെ ഓപ്പറൻസിനെ കണ്ടാൽ ഒന്നും ചെയ്യല്ല, നേരെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. വേറൊരു ഓപ്പറേഷനും ഇല്ല, ഡയറക്റ്റ്ലി സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അതിന് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഓപ്പറൻറ്റ് കണ്ടു എന്നാൽ ഉടനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ള ഓപ്പറേഷനാണത്. ഓക്കെ, അപ്പോൾ 6 എന്നാദ്യം കണ്ടു, 6നെ പുഷ് ചെയ്തു. അടുത്ത് 5നെ കണ്ടു, 5നെ പുഷ് ചെയ്തു. അടുത്ത് 2നെ കണ്ടു, 2നെ പുഷ് ചെയ്തു. അടുത്ത് 3നെ കണ്ടു, 3നെ പുഷ് ചെയ്തു. അടുത്തതാണ് ആദ്യമായി നമ്മളൊരു ഓപ്പറേറ്ററിനെ കാണുന്നത്. ഓപ്പറേറ്ററിനെ കാണുമ്പോഴും പ്രൊസീജിയർ വളരെ എളുപ്പമാണ്. വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല അതിൽ. നമ്മൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചിലതിൽ നമ്മുടെ യൂണറി ഓപ്പറേറ്റർ, അതേപോലെ ടെർണറി ഓപ്പറേറ്റേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബൈനറി ഓപ്പറേഷൻ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് എന്ന് കണ്ടാൽ അത് ബൈനറി ഓപ്പറേറ്റർ പ്ലസ് ആണ്, അഡീഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആഡ് ചെയ്യാൻ 2 വാല്യൂസ് വേണം. ആ 2 വാല്യൂസിനെ നമ്മൾ സ്റ്റാക്കിൻ്റെ ടോപ്പ് മോസ്റ്റ് വാല്യൂസിനെയാണ് എടുക്കുക. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ആദ്യം 3നെ എടുക്കും. അടുത്ത ടോപ്പ് വാല്യൂ 2 ആണ്, ആ 2നെ എടുക്കും. ബൈനറി ഓപ്പറേറ്റർ ആണ് പറയുന്നുണ്ട്. യൂണറി ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ 1നെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇപ്പോൾ മൈനസ് അപ്ലൈ ചെയ്യാനാണ്, യൂണറി മൈനസ് നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ മൈനസ് ഒരു വാല്യൂ മാത്രം എടുത്താൽ മതി. എന്നാൽ അതങ്ങനെയല്ല, ഇത് ബൈനറി ഓപ്പറേറ്റർ ആയതുകൊണ്ട് 3 ടോപ്പിലുണ്ട്, അതിനെടുത്തു. അത് അതേ ഓർഡറിൽ തന്നെ എടുക്കുക. 3 എടുത്തു. അടുത്തത് നമ്മൾ 2 ചെയ്തു. അപ്പോൾ 3 ഓപ്പറേഷൻ ചെയ്യാനുള്ളത് പ്ലസ് ആണ്. അപ്പോൾ 3 + 2 എന്ന് ചെയ്യുക. ആ ആൻസറിനെ തിരിച്ച് സ്റ്റാക്കിലേക്ക് തന്നെ പുഷ് ചെയ്യാം. അപ്പോൾ ഓപ്പറേറ്റർ കണ്ടു കഴിഞ്ഞാൽ ടോപ്പിൽ, നമ്മൾ ബൈനറി ഓപ്പറേറ്റർ ആയതുകൊണ്ട് ടോപ്പിലുള്ള 2
ഓപ്പറൻസിനെ പോപ്പ് ചെയ്തു, ഡിലീറ്റ് ചെയ്ത്, റിട്രീവ് ചെയ്ത് ഡിലീറ്റ് ചെയ്തു, ആ ഓപ്പറേഷൻ നടത്തി. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് 3 + 2 എന്ന് നടത്തി 5. ആ 5നെ തിരിച്ച് സ്റ്റാക്കിലേക്ക് തന്നെ പുഷ് ചെയ്തു. 5 എന്നുള്ളതൊരു ഓപ്പറൻ്റാണ്, ഒരു വാല്യൂ ആണ്, നമ്പറാണ്. അതുകൊണ്ട് തിരിച്ച് സ്റ്റാക്കിലേക്ക് തന്നെ പുഷ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ 6, 5, 3, 2, 3 എന്നുള്ള 4 നമ്പേഴ്സ് നമ്മുടെ സ്റ്റാക്കിലുണ്ടായിരുന്നു. പ്ലസ് എന്ന് റീഡ് ചെയ്തപ്പോൾ 3ഉം 2ഉം പോപ്പായി, രണ്ടും കൂടി ആഡ് ചെയ്തു. 5 എന്നുള്ള റിസൾട്ടിനെ തിരിച്ച് സ്റ്റാക്കിലേക്ക് വെച്ചു എന്നേ പറയുള്ളൂ. സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്ക് വെച്ചു എന്ന് പറയാൻ പറ്റില്ല. സ്റ്റാക്കിൻ്റെ വേറെ എവിടെയും വെക്കാൻ പറ്റില്ല, ടോപ്പിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു, ഇത്രേ നമ്മൾ പറയുള്ളൂ. അടുത്തത് 8 ആണ് കാണുന്നത്. ഓക്കെ, 8 ഓപ്പറൻ്റ് ആയതുകൊണ്ട് 8നെ നമ്മൾ പുഷ് ചെയ്തു. ഇനി അടുത്ത് കാണുന്ന സ്റ്റാർ ആണ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ടോപ്പിലുള്ള 2 വാല്യൂസിനെ നമ്മൾ പോപ്പ് ചെയ്തു. 8ഉം 5ഉം ആണ്, മൾട്ടിപ്ലിക്കേഷൻ നടത്തി. 8 × 5 40. 40നെ തിരിച്ച് എന്ത് ചെയ്യണം, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. പുഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ 8, 5 കഴിഞ്ഞു. താഴെ ഉണ്ടായിരുന്ന 6ഉം 5ഉം ആയിരുന്നു, അതിൻ്റെ മുകളിൽ 40 വന്നു. ഇനി അടുത്ത ഓപ്പറേറ്റർ, അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. പ്ലസ് കാണുമ്പോൾ വീണ്ടും ടോപ്പിലുള്ള 2 വാല്യൂസിനെ, നമ്പേഴ്സിനെ നമ്മൾ പോപ്പ് ചെയ്യുക. 40 + 5, 45 എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടുക. ആ 45നെ നമ്മൾ സ്റ്റാക്കിലേക്ക് തന്നെ പുഷ് ചെയ്തു. ഇപ്പോൾ 6ഉം 45ഉം മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് 3 ആണ്. ഓക്കെ, അപ്പോൾ 3 എന്നുള്ളത് ഓപ്പറൻഡ് ആയതുകൊണ്ട്, വാല്യൂ ആയതുകൊണ്ട് നമ്മൾ നേരെ പുഷ് ചെയ്തു. അടുത്തത് പ്ലസ്, പിന്നെ ഒരു സ്റ്റാറാണ്. ഓക്കെ, അപ്പോൾ പ്ലസ് ആണ് അടുത്തത്. പ്ലസ് എന്ന് കാണുമ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ടോപ്പിലുള്ള 2 വാല്യൂസിനെ എടുത്തു. 3ഉം 45ഉം രണ്ടും നമ്മൾ ആഡ് ചെയ്തു. 48 എന്ന ആൻസർ നമുക്ക് കിട്ടി. 48. ഇനി 48 കിട്ടിയതിന് ശേഷം 48നെ നമ്മൾ തിരിച്ച് സ്റ്റാക്കിലേക്ക് തന്നെ പുഷ് ചെയ്യുകയാണ്. അതിനുശേഷം കാണുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റാറാണ്. അതൊരു ഓപ്പറേറ്റർ ആയതുകൊണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ടോപ്പിലുള്ള 2 വാല്യൂസിനെ പോപ്പ് ചെയ്തു. 48 ആൻഡ് 6. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്തു. 288 എന്ന് കിട്ടി. വീണ്ടും അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഇനി നമ്മുടെ ഓപ്പറേഷൻ തുടരുകയാണ്. പക്ഷേ അടുത്തത് സ്കാൻ ചെയ്യാൻ ക്യാരക്ടേഴ്സൊന്നുമില്ല, നമ്പറും ഇല്ല, ഓപ്പറേറ്ററും ഇല്ല. അപ്പോൾ അതോടുകൂടി നമ്മുടെ തന്നിട്ടുള്ള പോസ്റ്റ് ഫിക്സ് അതിൻ്റെ സ്കാനിങ് കഴിയുകയായി. അപ്പോൾ അതോടുകൂടി നമ്മുടെ അൽഗോരിതം കഴിയുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാക്കിൽ ഇപ്പോൾ ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ, ടോപ്പിലുള്ള വാല്യൂ, ആ വാല്യൂവിനെ ആൻസറായിട്ട് നമ്മൾ പോപ്പ് ചെയ്യുന്നു. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു അൽഗോരിതമാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യുന്ന ഓർഡർ ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഈ വാല്യൂസിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമായിട്ട് പ്ലസ്സാണ് ചെയ്തത്. ഓക്കെ, പ്ലസ് ചെയ്ത് നമ്മൾ 3നെയും 2നെയും കൂടി പ്ലസ് ചെയ്തു. ആക്ച്വലി 3നെയും 2നെയും കൂടി അല്ല, 2നെയും 3നെയും കൂടി, 2 + 3 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ 8ഉം 5ഉം ഉണ്ട്. ഓക്കെ, 8ഉം 5ഉം സ്റ്റാറിന് വേണ്ടിയിട്ട് പോപ്പ് ചെയ്തു. അപ്പോൾ 5 × 8 ആണ് ചെയ്യുക, 8 × 5 അല്ല. ഓക്കെ, 5 × 8 40. ഇതെപ്പോഴാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരികയെന്നുണ്ടെങ്കിൽ, മൈനസും അതായത് സബ്ട്രാക്ഷനും ഡിവിഷനും വരുമ്പോഴാണ് ഈ ഓർഡറിന് കൂടുതൽ പ്രസക്തി. ഓക്കെ, പ്ലസും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ, അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും വലിയ കുഴപ്പം വരുന്നില്ല. എന്നാൽ നേരെ സബ്ട്രാക്ഷനും അതേപോലെ ഡിവിഷനും വരുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമാണ്. കാരണം 4 + 5ഉം 5 + 4ഉം വ്യത്യാസമില്ല. എന്നാൽ 4 - 5ഉം 5 - 4ഉം വ്യത്യാസമുണ്ട്. ഒന്ന് 1ഉം 1 -1 ആൻസർ വരിക. അതുപോലെ ഡിവിഷൻ വരുമ്പോഴും നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോപ്പിലുള്ള എലമെൻറ്റിനെ രണ്ടാമത്തെ ഓപ്പറൻ്റായിട്ടാണ് എടുക്കുക. അടുത്ത ടോപ്പിലുള്ള എലമെൻറ്റിനെയാണ് നമ്മൾ ആദ്യത്തെ ഓപ്പറൻ്റായി എടുക്കേണ്ടത്. അപ്പോൾ 5 × 8 40 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നോക്കുകയാണെങ്കിൽ 40ഉം 5ഉം ആണ്. 40 ആണ് ടോപ്പിലുള്ളത്, പക്ഷേ 40 + 5 എന്നല്ല ചെയ്യുന്നത്, 5 + 40 ആണ് ചെയ്യുന്നത്. ഓക്കെ,
അതേപോലെ അടുത്തത് 48ഉം 6ഉം ഉണ്ട്. ഓക്കെ, നേരത്തെ 45ഉം 3ഉം ഉണ്ട്. അപ്പോൾ നമ്മൾ 45 + 3 എന്നാണ് ചെയ്യുന്നത്, 3 + 45 അല്ല. ഓക്കെ, അതേപോലെ 46ഉം 48ഉം 6ഉം ഉണ്ട്. അപ്പോൾ 6ഉം 48ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്, 288. ഓക്കെ, ഈ ഓർഡർ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, കാരണം ഡിഫറൻസും അതേപോലെ ഡിവിഷനും നടത്തുമ്പോൾ നമുക്ക് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മറ്റേത് സൊസൈറ്റീവ് ആയതുകൊണ്ട് കുഴപ്പമില്ല, മൾട്ടിപ്ലിക്കേഷനും പ്ലസും. അപ്പോൾ ഇതാണ് നമ്മുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ എന്നുള്ളത്. അത് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള, ഓപ്ഷൻസ് ഒന്നും കാര്യമായിട്ടില്ല. ഓക്കെ, ഓപ്പറേറ്റർ ആണോ ഓപ്പറൻ്റ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാനുള്ളൂ. അതാണെങ്കിൽ രണ്ടിനും ഒരേ പ്രൊസീജിയറാണ്. പല ടൈപ്പ് ഓപ്പറേറ്ററോ അല്ലെങ്കിൽ വേറെ ഓപ്പൺ ബ്രാക്കറ്റോ ക്ലോസിങ് ബ്രാക്കറ്റോ ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാനില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഓപ്പറേറ്ററിൻ്റെ പ്രിസിഡൻസ് ഒന്നും നോക്കേണ്ട, കാരണം നേരത്തെ നമ്മൾ അതനുസരിച്ചിട്ടാണ് പോസ്റ്റ് ഫിക്സ് നേരത്തെ ചെയ്തിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള അൽഗോരിതം നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. ആദ്യത്തെ ക്രിയേറ്റ് സ്റ്റാക്ക് ടു സ്റ്റോർ ഓപ്പറൻസ്. അവിടെ വാല്യൂസും നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാക്ക് വേണ്ടത്. നേരത്തെ അവിടെ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അടുത്ത് സ്കാൻ ദ ഗിവൺ എക്സ്പ്രഷൻ ആൻഡ് ഡു ദ ഫോളോയിങ് ഫോർ എവറി സ്കാൻഡ് എലമെൻറ്റ്. രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ഒന്ന്, ഇഫ് ദ എലമെൻറ്റ് ഈസ് എ നമ്പർ പുഷ് ഇൻ ടു ദ സ്റ്റാക്ക്. അതൊന്നും ചെയ്യേണ്ട, നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നേരെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഇനി അങ്ങനെ എല്ലാ എലമെൻറ്റ് ഈസ് എൻ ഓപ്പറേറ്റർ, എന്ത് ചെയ്യണം? പോപ്പ് ഓപ്പറൻസ് ഫോർ ദി ഓപ്പറേറ്റർ ഫ്രം ദ സ്റ്റാക്ക്. അതായത് നമ്മൾ ബൈനറിയാണ് ഉപയോഗിച്ചത്, അപ്പോൾ രണ്ടെണ്ണം പോപ്പ് ചെയ്യാം. യൂണറി ഓപ്പറേറ്റർ ആണെങ്കിൽ ഒന്ന് പോപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പോപ്പ് ഓപ്പറൻസ് ഫോർ ദി ഓപ്പറേറ്റർ ഫ്രം ദ സ്റ്റാക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടെണ്ണമാണ്, രണ്ട് നമ്പേഴ്സിനെ നമുക്ക് പോപ്പ് ചെയ്യണം. ഇവാലുവേറ്റ് ദ ഓപ്പറേറ്റർ, ആ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് രണ്ട് വാല്യൂസിന് തമ്മിൽ ഓപ്പറേഷൻ നടത്തുക. ആൻഡ് പുഷ് ദ റിസൾട്ട് ബാക്ക് ടു ദ സ്റ്റാക്ക്. റിസൾട്ട് ഒരു ഇൻറ്റിജേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, ഒരു നമ്പേഴ്സ് എന്ന് പറയാം. ആ നമ്പറിനെ തിരിച്ച് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. when the expression is entered, the number in the stack is the final answer. അപ്പോൾ പോസ്റ്റ് ഫിക്സിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഫൈനൽ ആൻസർ സ്റ്റാക്കിലുണ്ടായിരിക്കും, ഒരേ ഒരു വാല്യൂ ഉണ്ടായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതായത് AB 2Aയും 2Bനെയും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക, ആ എക്സ്പ്രഷൻ കഴിയുന്നത് വരെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള അൽഗോരിതം. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ് തന്നിട്ടുള്ള പോസ്റ്റ് ഫിക്സിൻ്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സിൽ വ്യത്യാസങ്ങൾ, അതിൽ നമുക്ക് എയോ ബിയോ ഒക്കെ നമുക്ക് എടുക്കാം. ഇവിടെ നമ്മൾ കൃത്യമായ നമ്പേഴ്സ് തന്നെ എടുക്കണം. അവിടെ സ്റ്റാക്കിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെ സ്റ്റോർ ചെയ്യാനാണ്, അത് ക്യാരക്ടർ സ്റ്റാക്കായിരിക്കും. ഇവിടെ നമ്മൾ ഓപ്പറൻസിനെ, വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻറ്റിജർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഡബിളോ എന്തായാലും നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള സ്റ്റാക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഓപ്പറേഷൻസ് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രയോറിറ്റി നോക്കിയിട്ടും ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസിങ് ബ്രാക്കറ്റൊക്കെ നോക്കിയിട്ടുള്ള പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. രണ്ട് സ്റ്റെപ്പ്. ഓപ്പറൻ്റ് ആണെങ്കിൽ ജസ്റ്റ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഓപ്പറേറ്റർ ആണെങ്കിൽ ടോപ്പിലുള്ള രണ്ട് ബൈനറി ഓപ്പറേറ്റർ ആയതുകൊണ്ട് രണ്ട് ഓപ്പറൻസിനെ എടുക്കുക, ഓപ്പറേഷൻ നടത്തുക, തിരിച്ച് ആ വാല്യൂവിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഇത്ര ചെയ്യാനുള്ളൂ. എക്സ്പ്രഷൻ കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ സ്റ്റാക്കിലുണ്ടായിരിക്കും. ഓക്കെ.